52 ദളിത് സംഘടനകൾ ഒരുമിച്ച് ചേർന്ന് നടത്തുന്ന ഈ ഹർത്താൽ വിജയിപ്പിക്കുക എന്നുള്ളത് കേരളത്തിൽ ഒരു പുതിയ ചരിത്രം കുറിക്കാൻ പോവുകയാണ്. അല്ല, പോലീസിന്റെ അന്വേഷണം എന്ന് പറയുന്നത് പ്രഹസനമല്ലേ? ലോൺ ആപ്പ് വഴി ആ ലോൺ എടുത്തതിന് ശേഷം അത് കൃത്യമായി തിരിച്ചടയ്ക്കാത്തത് കൊണ്ട് നിതിൻ ആത്മഹത്യ ചെയ്തു എന്ന് വരുത്തി തീർക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ നടത്തുന്ന ഒരു ഇടപെടലുണ്ടല്ലോ, ആ കോളേജിൻ്റെ പ്രിൻസിപ്പൽ, ആ കോളേജിലെ HOD റാം ഉൾപ്പെടെയുള്ള ആളുകളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ, അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞ 15 ദിവസമായിട്ട് ഇന്ത്യയുടെ അഭിമാനമെന്ന് നമ്മളൊക്കെ അവകാശപ്പെടുന്ന കേരള പോലീസിന് കഴിഞ്ഞില്ല എന്ന് പറയുന്ന ലജ്ജാകരമായൊരു സംഗതിയല്ലേ? നമസ്കാരം. നിതിൻ്റെ മരണത്തിൽ നീതി ആവശ്യപ്പെട്ടുകൊണ്ട് സംഘടന നടത്തുന്ന ഹർത്താൽ, ആക്ഷൻ കൗൺസിൽ നടത്തുന്ന ഹർത്താൽ സമ്പൂർണ്ണമാവുകയാണ്. ഞാനിപ്പോൾ തലസ്ഥാനത്താണ് നിൽക്കുന്നത്. നിരവധി കടകൾ നിലവിലിപ്പോൾ സമരക്കാർ അടപ്പിച്ചിരിക്കുന്നു. അത് കൂടാതെ വാഹനങ്ങൾ ഉൾപ്പെടെ തടയുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. നിലവിലിപ്പോൾ സമരക്കാരെല്ലാവരും തന്നെ ജാഥയായി സെക്രട്ടേറിയറ്റിലേക്ക് മുൻപിലേക്ക് പോവുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഹർത്താൽ കടുപ്പിക്കുകയാണ് സ്വാഭാവികമായും. കാരണം 52 ദളിത് സംഘടനകൾ ഒരുമിച്ച് ചേർന്ന് നടത്തുന്ന ഈ ഹർത്താൽ വിജയിപ്പിക്കുക എന്നുള്ളത് കേരളത്തിൽ ഒരു പുതിയ ചരിത്രം കുറിക്കാൻ പോവുകയാണ്. കാരണം ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇതുപോലെയുള്ള സംഭവങ്ങൾ കേരളത്തിൽ നടക്കുമ്പോൾ നടത്തുന്ന സമരം പോലെ വളരെ സമാധാനപരമായി, അവർ നടത്തുന്നത് പോലെയല്ല, ഞങ്ങൾ വളരെ സമാധാനപരമായി ഞങ്ങളുടെ ഈ സമൂഹത്തിൽ നിന്ന് നാളുകളിൽ ഉയർന്നു വരാൻ സാധ്യതയുള്ള ഡോക്ടർമാരും എഞ്ചിനീയർമാരെയും നിഷ്കാസനം ചെയ്യുന്ന തരത്തിലുള്ള ഭരണകൂടത്തിൻ്റെയും വരേണ്യ വിഭാഗത്തിൻ്റെയും ഇത്തരം നീചമായ പൈശാചികമായ ഇടപെടലുകൾക്കെതിരെ കേരളത്തിലെ അടിസ്ഥാന ജനവിഭാഗം, ദളിത് ജനവിഭാഗം ഒന്നിക്കുന്നൊരു വലിയ കാഴ്ചയാണ് കേരളത്തിൽ കാണുന്നത്. അത് സ്വാഭാവികമായി ഇന്ന് രാവിലെ 6 മണിക്ക് ആരംഭിച്ച ഈ ഹർത്താൽ വൈകുന്നേരം 6 മണി വരെ കൃത്യമായി നമ്മൾ അനൗൺസ് ചെയ്തിട്ടുള്ളതുപോലെ തന്നെ അത് നടക്കും. പോലീസിന്റെ അന്വേഷണത്തിൽ തൃപ്തരാണോ ഈ ആക്ഷൻ കൗൺസിൽ? അല്ല, പോലീസിന്റെ അന്വേഷണം എന്ന് പറയുന്നത് പ്രഹസനമല്ലേ? കാരണം ഈ നിതിൻ രാജിന്റെ മരണം അത് കേവലം 15,000 രൂപയുടെ ലോൺ ആപ്പ് വഴി ആ ലോൺ എടുത്തതിന് ശേഷം അത് കൃത്യമായി തിരിച്ചടയ്ക്കാത്തത് കൊണ്ട് നിതിൻ ആത്മഹത്യ ചെയ്തു എന്ന് വരുത്തി തീർക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ നടത്തുന്ന ഒരു ഇടപെടലുണ്ടല്ലോ, അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ തൊട്ടടുത്ത ദിവസം തന്നെ നോയിഡയിൽ പോയി 3 പേരെ, അവിടുത്തെ ഏതോ കൂലിപ്പണിക്കാരായ 3 പേരെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ഇവരാണ് അവിടുത്തെ ലോൺ ആപ്പിൻ്റെ ആളുകൾ എന്ന് പറയുകയും അത് കേരളത്തെ ബോധ്യപ്പെടുത്താൻ, തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ കേരളത്തിനെ ബോധ്യപ്പെടുത്താൻ പോലീസ് നടത്തുന്ന ശ്രമം, ഇവിടെ പോലീസിൻ്റെ കൺമുമ്പിൽ നിൽക്കുന്ന യഥാർത്ഥ പ്രതികളെ, ആ കോളേജിൻ്റെ പ്രിൻസിപ്പൽ, ആ കോളേജിലെ HOD റാം ഉൾപ്പെടെയുള്ള ആളുകളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ, അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞ 15 ദിവസമായിട്ട് കേരള പോലീസിന്, ഇന്ത്യയുടെ അഭിമാനമെന്ന് നമ്മളൊക്കെ അവകാശപ്പെടുന്ന കേരള പോലീസിന് കഴിഞ്ഞില്ല എന്ന് പറയുന്ന ലജ്ജാകരമായൊരു സംഗതിയല്ലേ? ഈ റാമിന് ഒളിവിൽ പോകാനുള്ള സമയം അല്ലെങ്കിൽ വഴി പോലീസ് തന്നെ ഒരുക്കി കൊടുത്തോ എന്നുള്ളൊരു നിരീക്ഷണമുണ്ടോ? ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. റാം എന്ന് പറയുന്ന ഈ കൊടും ക്രിമിനലിനെ എല്ലാവിധമായ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നത് കേരള പോലീസ് അല്ലാതെ മറ്റാർക്കാ ചെയ്യാൻ പറ്റുന്നത്? കേരളത്തിലെ പോലീസിനല്ലാതെ മറ്റാർക്കും ചെയ്യാൻ കഴിയില്ല. പക്ഷെ ആ പോലീസിന് വേണ്ടുന്ന സഹായം ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യമാണ്, അതിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ്. തീർച്ചയായിട്ടും ഇതിനകത്ത് സത്യസന്ധവും നീതിയുക്തവുമായ ഒരു അന്വേഷണമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നാളെ കേരളത്തിലും ഇന്ത്യയിലും ഈ മറ്റൊരു ചെറുപ്പക്കാരനും, വിദ്യാഭ്യാസം ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനും ഇത്തരം സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. അത് ഉണ്ടാകാതിരിക്കണമെങ്കിൽ തികച്ചും ഭരണകൂടത്തിന്റെ ഇടപെടലില്ലാതെ ഒരു അന്വേഷണം ഉണ്ടാകണം. അതുകൊണ്ടാണ് ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ ഒരു ജുഡീഷ്യൽ എൻക്വയറി ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്ന് നമ്മൾ ആവശ്യപ്പെടുന്നു. എന്തായാലും ദളിത് ആദിവാസി സംഘടനകളുടെ ഹർത്താൽ പൂർണ്ണമാവുകയാണ്. തലസ്ഥാനത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. നിതിൻ്റെ നീതിക്കായാണ് ഇത്തരത്തിൽ ദളിത് ആദിവാസി സംഘടനകൾ ഹർത്താൽ നിലവിലിപ്പോൾ കടുപ്പിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും വാഹനങ്ങൾ തടയുന്ന പ്രവണത, തുറന്ന കടകൾ അടപ്പിക്കുന്ന പ്രവണത എല്ലാം തന്നെയുണ്ട്. തലസ്ഥാനത്ത് വലിയ ജാഥയായി ഈ ദളിത് സംഘടനയിൽ ഉൾപ്പെട്ട ആൾക്കാരും അതുകൂടാതെ ഈ നിതിൻ രാജ് ആക്ഷൻ കൗൺസിൽ ഉൾപ്പെട്ട എല്ലാവരും
നിലവിലിപ്പോൾ നട റോഡിൽ ഇറങ്ങിയിരിക്കുകയാണ്. ദൃശ്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. പല വാഹനങ്ങളും തടയുന്നു. ഒരു മറുവശത്ത് നമ്മളിപ്പോൾ നിൽക്കുന്നത് കിഴക്കേക്കോട്ടയിലാണ്. കിഴക്കേക്കോട്ട എത്താനായി അപ്പോൾ എതിർവശത്തു നിന്നും സമരാനുകൂലികൾ വരുന്നുണ്ട്. എന്തായാലും ഹർത്താൽ സമ്പൂർണ്ണമാവുകയാണ്. ഇന്നലെ ഉൾപ്പെടെ ഈ സംഘടന പറഞ്ഞിരുന്നു, ദളിത് ആദിവാസി സംഘടന പറഞ്ഞിരുന്നു വാഹനങ്ങൾ തടയും എന്നുള്ള കാര്യം. എന്തായാലും തത്സമയ ദൃശ്യമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എതിർവശത്ത് സമരാനുകൂലികൾ വരുന്നുണ്ട്. എന്തായാലും ഹർത്താൽ സമ്പൂർണ്ണമാവുകയാണ്. പ്രൈവറ്റ് ബസ്സുകൾ ഓടില്ല എന്ന് ഇക്കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. എന്നാൽ ചില സ്ഥലങ്ങളിൽ പ്രൈവറ്റ് ബസ്സുകൾ ഓടുന്നുണ്ട്. KSRTC ബസ്സുകൾ പൂർണ്ണമായും ഓടുന്നുണ്ട്. തലസ്ഥാനത്തെ സംബന്ധിച്ച് വാഹനങ്ങൾ ഓടുന്നുണ്ട് എങ്കിലും കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടച്ച അവസ്ഥയാണ് നിലവിൽ ഉള്ളത്. എന്തായാലും നിതിൻ്റെ നീതിക്കായി ഹർത്താൽ കടുപ്പിക്കുകയാണ് സമരാനുകൂലികൾ. നീതിക്കായി ദളിത് ആദിവാസി സംഘടനകളാണ് എന്തായാലും പ്രതിഷേധം കടുപ്പിച്ചിരിക്കുന്നത്. ഹർത്താൽ സമ്പൂർണ്ണമാവുകയാണ് തലസ്ഥാനത്ത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.